ചെയ്യാം, പറ്റുമെങ്കിൽ ഒന്ന് ബീച്ചിൽ പോവുകയും ചെയ്യാം, അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത്. അപ്പോൾ അവർ തർക്കിക്കണ ഇതാണ്, ആദ്യം ഹൗസ് ബോട്ടിൽ പോയിച്ചും അത് ഉടമ്പടി എടുക്കണം, അത് ഉടമ്പടി എടുത്തിട്ട് ഹൗസ് ബോട്ടിൽ പോകണം. അതാണ് പ്രശ്നം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പാവത്തുങ്ങൾക്ക്. അതും തർക്കിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ചിലർ പറയും നമ്മൾ ഹൗസ് ബോട്ടിൽ പോയിച്ചും വരുമ്പോൾ ഉടമ്പടി തീർന്നാൽ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ അപ്പോൾ പറയാം എന്നാൽ പിന്നെ നമുക്ക് ഉടമ്പടി എടുത്തിട്ട് ഹൗസ് ബോട്ടിൽ ചെല്ലാം. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിക്ക് എത്ര ദിവസം നേരം വേണം? അത് 4 മണിക്കൂർ വേണം. അപ്പോൾ അപ്പോൾ ഇത് 4 ഇവിടെ, പിന്നെ 1 മണിക്കൂർ ആകുമ്പോൾ 5 മണിക്കൂർ നടന്ന് അവിടെ ചെല്ലുമ്പോൾ 1 മണിക്കൂർ. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് 7,000 രൂപ. 7,000 രൂപയ്ക്ക് എത്ര മണിക്കൂർ? നമുക്ക് 5 മണിക്ക് ഇറങ്ങണ്ടേ? അപ്പോൾ അത് നഷ്ടമാണല്ലേ. അപ്പോൾ ഉടമ്പടിയെക്കുറിച്ചല്ല ചിന്തിക്കണത് എന്താണ്? ഹൗസ് ബോട്ടിൽ നമ്മൾ താമസിച്ചത് 4 മണിക്കൂറിൽ നമ്മൾ 8,000 രൂപ കൊടുക്കണ്ടേ എന്നാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഉടമ്പടി എടുക്കണവർ ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. അപ്പോൾ ഒരു ടൈം പാസിന് അംഗവും കാണാം, താളിയും പറിക്കാം, ആലപ്പുഴയും പോകാം, ഉടമ്പടി എടുക്കാം, ഹൗസ് ബോട്ടിൽ പോകാം. അങ്ങനെ വന്നവരാണ് ഈ പണി മേടിക്കുന്നത്. ജീവിതം